ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഈ 6 ആളുകൾക്ക് മുന്നിൽ വായി തുറക്കരുത്. അതാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരാളെ വിശ്വസിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം എന്തെന്നാൽ എല്ലാവരും നിങ്ങളുടെ ചിന്തകൾ അറിയാൻ അർഹരല്ല. പുരാതന തന്ത്രജ്ഞനായ ചാണക്യൻ പറയുന്നു, ബുദ്ധിമാനായ മനുഷ്യൻ തൻ്റെ വാക്കുകൾ നിയന്ത്രിക്കാൻ അറിയാവുന്നവനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത 6 തരത്തിലുള്ള ആളുകളെ നോക്കാം. ഒന്ന്, മണ്ടനായ ആൾക്കാർ, ഫൂൾസ്. അപ്പോൾ ഇത്തരം ആൾക്കാരുടെ അടുത്ത് എത്ര വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാലും മണ്ടൻ അതിൻ്റെ അർത്ഥം പിടികിട്ടില്ല. പകരം അവൻ നിങ്ങളെ പരിഹസിക്കും. അതുകൊണ്ട് ഒന്നാമത്തത്, മണ്ടനോട് സംസാരിക്കുന്നത് നമ്മൾ ടൈം വേസ്റ്റിംഗ് ആണ്, സമയം നശിപ്പിക്കുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ ആൾക്കാർ പിന്നിൽ നിന്ന് കുത്തുന്നവരുണ്ട്, ബാക്ക് സ്റ്റാബേഴ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അവൻ നമ്മുടെ മുന്നിലൊക്കെ നല്ല ആളുകളായിട്ടൊക്കെ പെരുമാറും, പക്ഷേ പിന്നിൽ നിങ്ങളെ അവൻ വഞ്ചിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എതിരെയുള്ള ഒരു ആയുധമായിട്ട് അവൻ ഉപയോഗിക്കും. അതുകൊണ്ട് ഇത്തരം ആൾക്കാരുടെ മുന്നിൽ മൗനം നിങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമാണ്. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ജലസ് പീപ്പിൾ, അസൂയാലുക്കൾ. നിങ്ങളുടെ വിജയം അവന് സഹിക്കാനൊക്കത്തില്ല. നിങ്ങളുടെ ഒരു പ്ലാനുകളും ഇത്തരം ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യരുത്. അത് ഷെയർ ചെയ്താൽ അവൻ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ഇത്തരം ആൾക്കാരുടെ അടുത്ത് കുറച്ച് സംസാരിക്കുക, കൂടുതൽ നേടുക. നാലാമത്തത്, ഗോസിപ്പ് പ്രിയർ. ഞാൻ പരദൂഷണം പറയുന്ന, മലയാളത്തിൽ നമ്മൾ പറയും പരദൂഷണം. ഇവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിൽ അത് ഷെയർ ചെയ്യും. രഹസ്യം സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല. നിങ്ങൾ പറഞ്ഞത് നാളെ മറ്റുള്ളവരുടെ ഇടയിൽ അവർ പബ്ലിസിറ്റി ചെയ്യും. ഇന്ന് അവർ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിച്ച് നാളെ നിങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കും. അതുകൊണ്ട് അത്തരം ആൾക്കാരെ നിങ്ങൾ മുന്നിൽ തുറക്കരുത്. അടുത്ത, അഹങ്കാരിയായ ആളുകൾ, ആരഗൻ പീപ്പിളുണ്ട്. ചിലർ ഭയങ്കര അഹങ്കാരമായിരിക്കും, എനിക്കെല്ലാം അറിയാം. അഹങ്കാരമുള്ളവർക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ല. അവർക്ക് തങ്ങൾ മാത്രം പറയാം, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ വരണമെന്ന് പറയുന്ന ഒരു തരം ആൾക്കാരുണ്ട്. ഇവരോടും നമ്മൾ വായി തുറക്കരുത്. മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടും, സമാധാനം കിട്ടും. അടുത്ത, ആറാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത് അവസരവാദികൾ, ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അവർക്ക് അവരുടെ സ്വന്തം കാര്യത്തിൽ മാത്രമേ താല്പര്യം കാണത്തുള്ളൂ. നിങ്ങളുടെ വാക്കുകൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ്. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടെങ്കിൽ കൂടെ നിൽക്കും. സന്ദർഭത്തിന് അനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ ഇത്തരം ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യരുത്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും പറയേണ്ടതില്ല, ഓരോ ആളും കേൾക്കാൻ അർഹനുമല്ല. സത്യമായ ബുദ്ധി സംസാരിക്കുന്നതിലല്ല, മിണ്ടാതെ ഇരിക്കുന്നതിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരം വിജ്ഞാനപ്രദമായ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകളുമായിട്ട് അടുത്ത് ഉള്ള ദിവസങ്ങളിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ
nice, wonderful day. Bye.